അമ്മ കിച്ചൺസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മുരിങ്ങയ്ക്കായും ചക്കക്കുരുവും മാങ്ങായും കൂടി ഉണക്കച്ചെമ്മീനിട്ടൊരു കറിയാണ്. നമുക്കിനി കറി വെക്കാനായിട്ട് ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. തീ കത്തിച്ച് പാത്രം വയ്ക്കാം. എണ്ണയൊന്നും ഒഴിക്കണ്ട, ചുമ്മാതെ ഓട്ടിലിട്ട് വറുത്താൽ മതി. ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചടയെന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് മൂക്കുന്നതാണ് ചെമ്മീൻ, അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെമ്മീൻ മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതിൻ്റെ വാലും തലയും ഇതിങ്ങനെ ഒന്ന് ഒടിച്ചങ്ങ് കളഞ്ഞാൽ മതി. ഇങ്ങനെ ഒടിച്ച് മാറ്റി വെക്കണം. ഇങ്ങനെ ഇതിൻ്റെ വാലും തലയൊക്കെ ഒടിച്ച് കളഞ്ഞ് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. ചിലതിനൊക്കെ ഉള്ളു വാലും തലയൊക്കെ, ബാക്കിയൊക്കെ ഒടിഞ്ഞൊക്കെ പോയതൊക്കെ. ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്ത് വെക്കാം. ഞാനൊരു കുക്കറിലാണ് വെക്കുന്നത്, അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചിടാം. ചക്കക്കുരു, മുരിങ്ങയ്ക്ക അരിഞ്ഞ് വൃത്തിയാക്കി മുറിച്ച് വെച്ചത്, മാങ്ങ ഒരു 1.5 പൂള് മാങ്ങകളേ ഉള്ളൂ. ആവശ്യത്തിന് പുളി അനുസരിച്ച് വേണം മാങ്ങ ഇടാൻ. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയതാണ്. പിന്നെ 2 കറിവേപ്പില മുറിച്ചിട്ടത്. പിന്നെ ഉണക്കച്ചെമ്മീൻ. ഇത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ മാത്രമേ ഇതെല്ലാം കൂടെ ഒന്നിച്ചിടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മുരിങ്ങയ്ക്കായും ചക്കക്കുരും ചെമ്മീനും പച്ചമുളക് ഇട്ട് അടുപ്പത്ത് വെക്കാവുള്ളൂ. മാങ്ങ വെന്ത് കഴിഞ്ഞിട്ടേ ഇടാവുള്ളൂ, അല്ലെങ്കിൽ വേഗത്തില്ല. അതുപോലെ ഉപ്പും അതുപോലെ തന്നെയാണ്, വെന്ത് കഴിഞ്ഞിട്ടേ ഇടാവുള്ളൂ. എല്ലാം കൂടെ ഇട്ട് വെള്ളമാണേലും ഒരുപാട് ഒഴിക്കേണ്ട. കുക്കറിലൊക്കെ ആകുമ്പോൾ ഒത്തിരി വെള്ളം വേണ്ട. അത് മുങ്ങിക്കിടക്കുന്ന പോലുള്ള വെള്ളം, കഷ്ണമൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കാനും മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഇത് ഒത്തിരി വിസിലൊന്നും അടിക്കണ്ട, ഒരു വിസിലടിച്ച് നിർത്തി വെക്കാം. ഇനി നമ്മുടെ ചെമ്മീനൊക്കെ വേകട്ടെ. അപ്പം നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ അരച്ചുകൊണ്ട് വരാം. ഇനി നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ജാറിലോട്ടിടാം. ഒരു 3 ഉള്ളി, പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, ഒരു മുറി തേങ്ങായി. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് വരാം. നമുക്കിനി വേവാൻ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചുകൊണ്ട് കഷ്ണങ്ങളെല്ലാം ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. നമ്മളിപ്പം അരച്ചുകൊണ്ട് വന്ന അരപ്പാണിത്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ചേർക്കാം. ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ച് ചേർക്കരുത്. അരപ്പ് ചേർത്തിട്ട് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച്. ഇനിയിപ്പം അരപ്പ് ചേർത്തിട്ടുണ്ട്, പാകമായിട്ടുണ്ട്. ഒരു അല്പം വെള്ളം കൂടെ വേണം. പിന്നെ കുറുകി ചാറ് ഇച്ചിരി അപ്പം തണുക്കുമ്പോൾ അങ്ങ് കുറുകി പോകും. അതുകൊണ്ട് അല്പം വെള്ളം കൂടെ ഒഴിക്കും. ഉണക്കച്ചെമ്മീൻ വലിയ ചെമ്മീനാണെങ്കിൽ അതൊന്ന് കുറച്ചൊന്ന് പൊടിച്ചൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് ചെറിയ ചെമ്മീനാണ് കിട്ടിയത്, അതുകൊണ്ടാണ് പൊടിക്കാതെ ചേർത്തത്. ഇനി ഇതൊന്ന് ചൂടായാൽ മതി. തിളച്ച് പോകരുത്. നന്നായിട്ടൊന്ന് ചൂടാകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടായിട്ട് ഇറക്കി വെക്കാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതിപ്പം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെച്ചിട്ട് ഇതിനെ കടുക് മൂപ്പിച്ചൊഴിക്കാം. ഇത്ര ഒന്ന് ചൂടായിക്കോട്ടെ. നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ശകലം ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഉള്ളി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട്. ഇപ്പം
കടുക് ഇട്ട് കൊടുക്കും. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. നമുക്കൊരു 2 ഉണക്കമുളക് മുറിച്ചത് ഇട്ടു. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, ശകലം മുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇളക്കി മൂത്തിട്ടുണ്ട്. നമുക്ക് ഈ കറി ഇനി അതിലിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ കറിയാണ്. നമുക്കിപ്പം മീനൊന്നും കിട്ടാനില്ലാത്ത സമയമാണ്. അപ്പം ചോറുണ്ണാൻ ഈ കറി മാത്രം മതി. നല്ല സൂപ്പറായിട്ട് വച്ചിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ ഓൾ വാച്ചിങ് മൈ വീഡിയോ.